ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ പുതിയ തലമുറകൾ, ഇളം തലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നിനും രാസലഹരി വസ്തുക്കൾക്കും അടിമപ്പെട്ടിരിക്കുകയാ. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, പുതിയ തലമുറകൾ മാത്രമല്ല, പ്രായമുള്ളവരും സ്ത്രീകളും കൊച്ചുകുട്ടികളും ഈ മദ്യലഹരിയുടെ കറുത്ത കരങ്ങളിൽപ്പെട്ട് അവരുടെ സമ്പാദ്യം നഷ്ടപ്പെട്ട്, അവരുടെ തലമുറകൾ നഷ്ടപ്പെട്ട്, അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് ഇനി എന്തു മാത്രമേ ഉള്ളൂ എനിക്ക്? ആത്മഹത്യ മാത്രമേ ഉള്ളൂ. സഹോദര, ഇന്ന് രാത്രി ആരെങ്കിലും മദ്യപിക്കുന്നവർ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി നീ അതിൽ നിന്ന് ഒന്ന് മടങ്ങി വാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താ അറിയാമോ? സുവിശേഷത്തിന്റെ ആദ്യ പടി എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്നുള്ള വിടുതൽ അല്ലേ പാസ്റ്ററേ? അതുകൊണ്ട് നീ കടന്നു പോ. അല്ലേ, ഞാൻ പെട്ടെന്ന് പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം നമ്മുടെ തലമുറകളുടെ വിഷയങ്ങളെക്കുറിച്ച്. തിരുവല്ലയിൽ നടന്ന് നിങ്ങൾക്കറിയാം, ഒരു പിതാവ് സ്വന്തം മകന്റെ ശരീരത്തിൽ MDMA അല്ലെങ്കിൽ സ്റ്റിക്കർ ഒട്ടിച്ച് അല്ലെ കലാലയങ്ങളും വിദ്യാലയങ്ങളും കൊണ്ടുപോയി അല്ലെ വിറ്റത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്. നിങ്ങൾ മറന്നിട്ടില്ല. ആ മനുഷ്യരെ എന്ത് ചെയ്യുന്നറിയാമോ? പോലീസ് പിടിച്ചു. അല്ലെ, ഇന്നലെ വന്ന വാർത്തകൾ നിങ്ങൾ കേട്ടു. അല്ലെ, മുജീദ് എന്ന് പറയുന്ന ഒരാള് ജയിലിലേക്ക് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതിന് വേണ്ടി ബീഡി കൊണ്ടു കൊടുത്തു. 20 രൂപയുള്ള ബീഡി 300 രൂപ വരെ അവന് ലഭിക്കുന്നു. അവനെ പിടിച്ചു. കൊല്ലത്ത് അനൂപ് എന്ന് പറയുന്ന ഒരു സഹോദരൻ അവന്റെ ചെടിച്ചട്ടിയിൽ കഞ്ചാവ് കൃഷി തുടങ്ങി. നമ്മുടെ ഇടങ്ങളെല്ലാം, നിങ്ങൾ രാത്രി വീടിനകത്തിരിക്കുകയല്ലേ സഹോദരന്മാരെ, നമ്മുടെ മുക്കിലും മൂലയിലും അവന്മാരുണ്ട്. അല്ല, നിന്റെ തലമുറയെ തകർക്കുവാൻ ഹല്ലേലൂയ അവർ ലഹരി മരുന്നുമായി നിന്റെ വീടിനടുത്തുണ്ട്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നിങ്ങൾ ഇതിൽ നിന്നും ഒന്നും മടങ്ങി വരണം. കേരളത്തിൽ നടക്കുന്ന അരുങ്കൊലകൾ, കൂട്ടക്കുരുതികൾ, കൂട്ടബലാത്സംഗങ്ങൾ ഇതെന്താണെന്ന് നമ്മളൊന്ന് ആരാഞ്ഞു പഠിച്ച, ഇതിൻ്റെ പിന്നാമ്പുറം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അല്ലെങ്കിൽ പിന്നാമ്പുറം പഠിക്കുമ്പോൾ അതിൻ്റെ കാരണം ഇതാണെന്ന് മനസ്സിലാകും. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും ലഹരി പദാർത്ഥങ്ങളുടെ ലഭ്യതയുമാണ്. കൗമാരപ്രായത്തിലെത്തിയ കുഞ്ഞുങ്ങൾക്കും യൗവനത്തിലേക്ക് അടുത്തു വരുന്ന കുഞ്ഞുങ്ങൾക്കും ഒരു പ്രത്യേക സ്വഭാവമുണ്ട്, എന്തിനേയും അനുകരിക്കുക എന്നുള്ളത്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് കോപ്പി ക്യാറ്റ് സിൻഡ്രോം എന്നാണ് വിളിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതെന്താണെന്ന് അറിയാമോ കാര്യം? ഹല്ലേലൂയ. അവര് ചെയ്യുന്നത്, സിനിമയിൽ ചെയ്യുന്നതൊക്കെ പകർത്തുവാൻ അവൻ നോക്കും. അല്ലെങ്കിൽ സിനിമയിൽ ഒരുത്തൻ അല്ലെങ്കിൽ MDMA അടിച്ചിട്ട് അവൻ പറക്കാൻ തയ്യാറായി. ആ സിനിമയിൽ അവൻ പറന്നു. പക്ഷേ അത് കണ്ടുകൊണ്ട് ഇവിടെ നാട്ടിലുള്ള ഒരുവൻ MDMA തിന്നിട്ട് അവൻ അല്ല കെട്ടിടത്തിൽ നിന്ന് പറന്നു. അല്ലെങ്കിൽ അവൻ താഴെ പോയി. പക്ഷെ അവന്റെ ആത്മാവ് മോപ്പോട്ട് പറന്നു. ഉത്തരം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒത്തിരി പറയാനുണ്ട്. അല്ലെങ്കിൽ അതേ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ അല്ല മുംദീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഡോക്ടർ കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിച്ചതാ. അല്ലെങ്കിൽ സ്വത്രം MDMA പിടിയിലായി. സ്വത്രം, ഹല്ലേലൂയ. കുരുതികൾക്ക് കശാപ്പുശാലയിൽ മൃഗങ്ങളെ കൊല്ലുന്നത് പോലെ ആളുകളെ കൊല്ലുന്നു. 2025 മാർച്ച് മാസം 9-ാം തീയതി സൺഡേ സപ്ലിമെന്റിൽ വന്ന ഒരു കണക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാം. 2025 പുലർച്ചെ മുതൽ തുടങ്ങിയ അരുംകൊലകൾ 59 ദിവസം കൊണ്ട് 65 കേസുകൾ, 70 കൊലപാതകങ്ങൾ. കേരളത്തെ ഞെട്ടിപ്പിച്ച കൊലപാതകങ്ങൾ നടന്നു. ഞാൻ ഇങ്ങനെ ഒരു കണക്ക് പറയട്ടെ. ഓഗസ്റ്റ് മാസം 4 മുതൽ സെപ്റ്റംബർ 4 വരെ ഉള്ള അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളുടെ കേസ് എന്ന് പറയുന്നത് 1475 കേസുകളാണ്. അതിലെ 1457 കേസുകളും ആര് പിടിച്ചു? അല്ലെങ്കിൽ നമ്മുടെ കേരള ഗവൺമെന്റ് പിടിച്ചു. 5 അല്ലെങ്കിൽ വാഹനങ്ങളും പിടിച്ചു. ഗോത്രം. ഞാൻ രസകരമായിട്ടുള്ളൊരു കാര്യം പറയാം. ഓണത്തിന് 11 ദിവസം കൊണ്ട് ഈ കേരളത്തിൽ വിറ്റടിച്ച മദ്യത്തിൻ്റെ തുക
920.74 കോടി രൂപ കണക്കിലുള്ളത്. കാരണം കുടിൽ വ്യവസായമായി ചെയ്തത് വേറെ, ഇത് കേരളത്തിൻ്റെ ഗവൺമെന്റിന് കണക്കാ. അങ്ങനെ ഒരാൾ പറഞ്ഞ അല്ലെങ്കിൽ ദൈവമേ അല്ലെങ്കിൽ കേരളം നന്നാകുമായിരുന്നു എങ്ങനെയായെങ്കിലാണെന്നറിയുമോ, വർഷത്തിൽ 4 പ്രാവശ്യം ഓണം കൊണ്ടാടിയ മതിയായിരുന്നു. സാമ്പത്തികമായിട്ട് എന്ത് ചെയ്യും? ഉയരും. ഹല്ലേലൂയ. ദൈവദാസന്മാരെ, ഹല്ലേലൂയ, സഹോദരങ്ങളെ, എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളൊന്നും ഇതിനകത്ത് ചാടി വീഴരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. 34 കിലോമീറ്റർ 6 മണിക്കൂർ കൊണ്ട് 3 വീട്ടിൽ 5 കൊലപാതകങ്ങൾ നടത്തിയ വെഞ്ഞാറമൂട്ടിലെ അഫാൻ എന്ന് പറയുന്ന ഒരു നരാധവനെ നമ്മൾ മറന്നിട്ടില്ല. കശാപ്പുശാലയിൽ അറക്കാൻ കൊണ്ടുപോകുന്ന കാളയ്ക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അവന് വേണ്ട ഒരു സാധ്യത പോലും കൊടുക്കാതെ അവന് ഇഷ്ടമുള്ള കുഴിമന്തി വാങ്ങിച്ചിട്ട് അവനെ അല്ലെങ്കിൽ വിളിച്ചിട്ട്, മോനെ നിനക്ക് കുഴിമന്തി തരാമെന്ന് വിളിച്ച് പറഞ്ഞിട്ട് അവനെ വീട്ടിൽ കയറ്റി ആ കുഴിമന്തി കൊടുക്കാതെ അവനെ അരുംകൊല ചെയ്ത ആ സഹോദരനെ നമ്മൾ മറന്നിട്ടില്ല. ഇനി ഒരു വെഞ്ഞാറമൂട് ഇവിടെ സംജാതമാകരുത്. ശിവന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ദൈവകൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ലഹരിയിൽ നിന്ന് ഒന്ന് മാറി അല്ലെങ്കിൽ ചിന്തിക്കാൻ നീ തയ്യാറാകുക. അല്ലെങ്കിൽ മദ്യം നിന്റെ ആരോഗ്യം നഷ്ടമാകും, നിന്റെ സ്വപ്നങ്ങൾ നഷ്ടപ്പെടുത്തും. അല്ലെങ്കിൽ മദ്യം തിന്മയല്ലാതെ നന്മ നിനക്ക് ചെയ്യത്തില്ല. അല്ലെങ്കിൽ അത് നിന്നെ നശിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദര, ഇന്ന് ഹല്ലേലൂയ സ്തോത്രം, ഈ കേൾക്കുന്ന വചനം നിന്റെ ഹൃദയത്തിൽ ഒന്ന് അല്ലെങ്കിൽ സംഗ്രഹിക്കാൻ നീ തയ്യാറാകുക. ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരു സാധാരണക്കാരൻ ഒരിക്കലും ഒരു പണക്കാരനാകത്തില്ല. എന്തുകൊണ്ട് ഞാൻ പറയാം, അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരു സാധാരണക്കാരൻ ഒരിക്കലും ഒരു സമ്പന്നനായി തീരത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, മദ്യം കൊണ്ടും ലഹരി പദാർത്ഥം കൊണ്ടും അല്ലെങ്കിൽ വിറ്റ് വീട് നോക്കുന്ന ഒത്തിരി ആളുകൾ ഇവിടെ ഉള്ളപ്പോ, നിന്നെ ചൂഷണം ചെയ്യുന്ന ചില ആളുകൾ ഇവിടെ ഉള്ളപ്പോ, നീ നിന്റെ പൈസ കൊടുത്ത് മദ്യം ഉപയോഗിച്ച് നിന്റെ കുടുംബത്തെ നശിപ്പിക്കുകയാ. ചിലർക്ക് ഇതൊക്കെ നല്ലതാ, അവർ വീട് പണിയും. ഞാൻ നേരത്തെ പറയുന്ന പോലെ അവരുടെ മക്കളെയൊക്കെ ഉക്രൈനിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലും ലണ്ടനിലും ഒക്കെ വിട്ട് പഠിപ്പിക്കും. നിന്റെ തലമുറ ഇപ്പൊ എവിടെയാ? അവൻ അല്ലെങ്കിൽ മകുടങ്ങൾ പണിയും. നീ എവിടെ കിടക്കുന്നേ? ഇപ്പോഴും ചാണകം പുരട്ടിയ വീട്ടിലല്ലേ കിടക്കുന്നേ? എന്താ കാരണം? ഇതിന് കാരണം ഇതാണ്, ഈ ലഹരി പദാർത്ഥങ്ങളെ ഉപേക്ഷിക്കൂ. ഹല്ലേലൂയ. നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ യേശുവിനെ മാത്രമേ കഴിയുകയുള്ളൂ. ഇന്ന് രാത്രി ഈ മദ്യപാനത്തിൽ നിന്ന്, ലഹരി പദാർത്ഥ ഉപയോഗത്തിൽ നിന്ന്, രാസ വസ്തുക്കളിൽ നിന്ന് നിനക്കൊരു വിടുതൽ വേണോ? യേശുവിലേക്ക് വാ. സക്കായിക്ക് മനസ്സിലായി, അവൻ്റെ പാപത്തെ മാറ്റുവാൻ പാപമില്ലാത്ത ഒരുവന് മാത്രമേ കഴിയുള്ളെന്നറിഞ്ഞിട്ട് അവൻ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശുവിനെ കാണുവാൻ നാം തയ്യാറാകണം. യേശു മാത്രം പാപത്തിന്മേൽ അധികാരമുള്ളവനാണെന്ന് ഹല്ലേലൂയ തിരുവചനം പഠിപ്പിക്കുന്നു. നിന്റെ പാപം എത്ര കടും ചുവപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുക എന്റെ യേശുവിന് കഴിയും. ഈ ദേശമേ നിന്നെ എല്ലാവരും അകറ്റി നിർത്തിയോ? നീ പാപം ചെയ്യുന്നവനാണെന്ന് വിചാരിച്ച്. പക്ഷേ ഇന്ന് രാത്രി മനുഷ്യർ നിന്നെ ഇപ്പോഴും പാപിയാണെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തുമ്പോൾ, ഇന്ന് രാത്രി യേശുവിന് നിന്നെ ആവശ്യമാ. നിന്റെ അടുക്കലേക്ക് വരുവാൻ അവർ ആഗ്രഹിച്ചു നിൽക്കുകയാണ്.